MS ആയിട്ട് പ്രണയത്തിലാണെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഇതിപ്പോ കല്യാണം നടന്നതുപോലും മറ്റുള്ളവർ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാ ഞാൻ വിചാരിച്ചത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആരോടും ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പുസ്തകം തിരിച്ചു തരാൻ വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് പുതിയ പുസ്തകമാണ്. വായിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. നിനക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക്സ്. എന്തായിരിക്കും ഇവര് തമ്മിൽ സംസാരിക്കുന്നത്? ഇത് മൊത്തം വായിച്ചായിരുന്നു. നല്ല പുസ്തകം. മോനെ, അതാരാ അവിടെ കീർത്തിയുടെ കൂടെ നിൽക്കുന്നേ? ആരാ വന്നിരിക്കുന്നേ? അതൊന്നും സാരമില്ല ആന്റി, എല്ലാം എന്റെ ദുർവിധിയാ. ഞാൻ അനുഭവിച്ചോളാം. മോനെ, മോൻ എന്താ പറഞ്ഞത്? എന്താ മോന്റെ മുഖത്തൊരു വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല ആന്റി. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ സങ്കടം ആരോട് പറയാനാ? ആര് കേൾക്കാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുണ്ടെങ്കിലും മോൻ എന്നോട് തുറന്നു പറ. മോൻ എന്നെ അമ്മയെ പോലെ കണ്ടാ മതി. അമ്മയെ പോലെയല്ല ആന്റി, എനിക്ക് അമ്മ തന്നെയാ. അതുകൊണ്ടല്ലേ എന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ടെന്ന് ആന്റിക്ക് മനസ്സിലായത്. ആന്റിയോട് ഞാനത് എങ്ങനെ പറയും? അതും സ്വന്തം മോളുടെ. എനിക്കത് പറയാൻ വയ്യ. മോനെ, എന്താ പ്രശ്നം? എന്തായാലും എനിക്കറിയണം. അത് ആന്റി, ആ വന്നിരിക്കുന്ന പയ്യനില്ലേ, റോഷൻ. കീർത്തി അവനും തമ്മിൽ മുമ്പ് ഇഷ്ടത്തിലായിരുന്നു. ഞാനാ ഒന്നും അറിയാതെ അവരുടെ ജീവിതം തകർത്തത്. ഈ കള്ളക്കഥയൊക്കെ മോനോട് ആരാ പറഞ്ഞത്? ഇതൊന്നും സത്യമല്ല. ഞാൻ നേരിട്ട് എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ച സത്യമാവാതിരിക്കും. ഒരു പെണ്ണിനും ജീവിതത്തിൽ ആദ്യമായി പ്രണയിച്ച പുരുഷനെ മറക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ആന്റിക്ക് പോലും പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ പക്വതയില്ലാത്ത കീർത്തിയുടെ കാര്യം പറയണോ? മോനെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കീർത്തി മോനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ പയ്യന് ചിലപ്പോ അവളോട് എന്തെങ്കിലും അടുപ്പം തോന്നിക്കാണും എന്ന് കരുതി എന്റെ മോളെ മോൻ സംശയിക്കരുത്. അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു ആന്റി. കീർത്തി ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാനാ അവളെ എന്റെ മനസ്സ് കൊടുത്ത് സ്നേഹിച്ചത്. അവൾക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്നറിയാതെ ഞാൻ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത്. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ചതി അവരോട് ചെയ്യില്ലായിരുന്നു. മുമ്പൊരു ബന്ധമുള്ളതുകൊണ്ട് കീർത്തി തന്നെയാ എന്റെ മമ്മിയോട് പറഞ്ഞ് ഈ വ്രതം എടുക്കുന്നത്. ഈ ബന്ധം കാരണമാ അവൾ എന്റെ കൂടെ ഇപ്പോഴും ഒരു ഭാര്യയായിട്ട് ജീവിക്കാത്തത്. ആന്റി, കീർത്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആന്റി എങ്ങനെയെങ്കിലും അവളുടെ കപടവ്രതം മുടക്കണം. എനിക്ക് എന്റെ കീർത്തിയെ വേണം. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ചെയ്യുന്നത് തെറ്റായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കീർത്തിക്ക് വേണ്ടി ഒരു മഹാഭാവിയാവാനും ഞാൻ തയ്യാറാ.